ഹായ് ഡിയേഴ്സ്, ഇത് കഴിഞ്ഞ ദിവസം നബിദിനത്തിന് ഞാനിവിടെ മദ്രസയിലെ പിള്ളേർക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു വർക്കായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഉള്ള വീഡിയോസിൽ ഒന്ന് ഇച്ചിരി ലെങ്തി ആക്കി എടുത്ത് വീഡിയോ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ഈ ഏരിയകളിലൊക്കെ നബിദിന പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിള്ളേരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയും കഴിയാത്ത സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് പേഴ്സണലി വന്ന ഫോൺ കോളുകളുടെയും അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും എനിക്ക് അയച്ച മെസ്സേജുകൾക്കുള്ളതൊക്കെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. എന്നോട് ഈ ശനിയാഴ്ച ചില സ്ഥലങ്ങളിലൊക്കെ നബിദിന പരിപാടികളുണ്ട്. അവിടെ കൊടുക്കാനുള്ള 2-3 പേരോളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ എത്ര ബേക്ക് ചെയ്തു, എത്ര ബോക്സിലാണ് ഇത് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനാണ് കേട്ടോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യം 4 kg 5 kg ആ രീതിക്കാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുത്തത്. റെക്റ്റാങ്കിളിൻ്റെ ഒരു മോൾഡിൽ 4 kg 5 kg വെച്ച് ബാറ്റർ എടുത്ത്, അതായത് 39 എഗ്ഗിനുള്ള ബാറ്റർ റെഡിയാക്കി. ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 39 എഗ്ഗാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതൊക്കെ തന്നെയായിരുന്നു. ഇതിൽ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ. അതിൽ ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുള്ളവർക്ക് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ എന്ന് വെച്ചാൽ ആദ്യത്തെ 4 kg ബേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ബോക്സിൽ 100 ml ബോക്സായിരുന്നു. ആ 100 ml ബോക്സിൽ കൊള്ളാവുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്പഞ്ച് ലെയർ കട്ട് ചെയ്ത് അതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ സൈഡ് ബാലൻസ് ഒക്കെ വരുമല്ലോ, അതും കൂടി ഫില്ല് ചെയ്യുക. ആദ്യം നമ്മൾ 4 kg ബേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 80 എണ്ണത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 80 എണ്ണവും ആ സൈഡിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ചെറിയ ചെറിയ പീസുകളും അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തതും ആദ്യം ഒന്ന് ഫില്ല് ചെയ്യുക. ഞാൻ ചെയ്തൊരു എളുപ്പപ്പണി അതാണ്. അങ്ങനെ ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും ഒരു 100 അടുത്തുള്ളൊരു ബോക്സിലേക്ക് അത് കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ബോക്സിലേക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം എത്രയും കൂടി ബേക്ക് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടി. കാരണം ഞാൻ മെയിനായിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള കാരണം, ഞാൻ ആദ്യത്തെ സെക്ഷൻ ബേക്ക് ചെയ്തെടുത്തപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ബേക്കിംഗ് നടക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ലെയർ കട്ട് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അതൊരു എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഏകദേശം ഒരു 7 ക്രീം അടുത്ത് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വന്നു. പിന്നെ അതൊക്കെയാണ് എന്നോട് മെയിനായിട്ട് എല്ലാവരും വിളിച്ച് ചോദിച്ചൊരു കാര്യം. പിന്നെ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റിയൊരു പരിപാടിയല്ല. പിന്നെ നമ്മൾ ഹോം വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ഒരു 2-3 ദിവസത്തെ സെക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല റിലാക്സേഷൻ. കാരണം വേറെ കേക്കിൻ്റെയും കൂടി വർക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ സെക്ഷൻ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതൊരു വ്യാഴാഴ്ച തന്നെ ഫസ്റ്റ് എല്ലാ ബേക്കിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ആൾക്ക് പനിയായിരുന്നു. ആ ചെറിയ ആൾക്ക് പനി വന്നപ്പോൾ എനിക്ക് പണി കിട്ടി. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ തുടങ്ങാനിരുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ തുടങ്ങിയത്. ഭാഗ്യത്തിന് എനിക്ക് 400 ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു വെള്ളിയാഴ്ച രാവിലെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന് ഉച്ച കഴിഞ്ഞിട്ടായിട്ട് ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫുൾ പാക്ക് ചെയ്ത് ബോക്സിലാക്കി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഒരു രാത്രിയൊക്കെ ആയപ്പോഴാണ് രണ്ടാമത്തെ സെക്ഷനിൽ ബാക്കി 200 ചെയ്തത്. പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളാണെങ്കിലും പിന്നെ അത് അടച്ച് തുടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന പരിപാടി നമുക്ക് ഹെൽപ്പിന് ആളുണ്ടെങ്കിൽ അവരെയൊക്കെ ഏൽപ്പിക്കുന്നത് ഉപകാരമായിരിക്കും. എനിക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാനായിട്ട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ സ്പൂൺ ഒട്ടിക്കൽ സ്റ്റിക്കർ ഒട്ടിക്കൽ സംഭവങ്ങളൊക്കെ പിള്ളേരും ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒക്കെ ചെയ്തു തരും കേട്ടോ. ഈ ഒരു സംഭവം ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ആൾ പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ നല്ല പണിയുണ്ട്, അതുകൊണ്ട് കാരണം പേരൻസ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ കഷ്ടപ്പെടുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് ആ ആൾ മാത്രം എന്നോട് പറഞ്ഞു വേണോ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ഇവിടെ ഹസ്ബൻഡാണെങ്കിലും പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലായിരുന്നു. ലാസ്റ്റാണ് പിള്ളേർ ഇതിൻ്റെ സംഗതികളൊക്കെ അറിയുന്നത് കേട്ടോ.
അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ നബിദിന റാലിക്ക് കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഉസ്താദിനോട് വിളിച്ചപ്പം ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ പരിപാടിക്ക് കൊണ്ട് തന്നാൽ മതി, അതാകുമ്പോൾ പിള്ളേർക്ക് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ അത് കൊടുത്തു. എന്തായാലും നല്ല രീതിക്ക് കഴിഞ്ഞു. പിന്നെ എന്നോട് എല്ലാവരും എഗ്ഗിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ക്രീം എത്ര വേണം എന്നൊക്കെ ചോദിച്ചവരുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ബോക്സ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് റേറ്റിന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. എത്ര രൂപ ചിലവായി എന്നെ വിളിച്ച് അന്വേഷിച്ചവരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി മെസ്സേജ് അയച്ചവരും ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ എന്ന് ഓർത്താട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്